ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലേണിംഗ് ട്രീയിലേക്ക് സ്വാഗതം. എൻ്റെ ഇന്നത്തെ ക്ലാസ് ബിഗിനേഴ്സിനുള്ളതാണ്. ഒന്നും പഠിക്കാത്തവർക്കായിട്ടാണ് ഞാൻ ഇന്നത്തെ ക്ലാസ് ഇടുന്നത്. കുറേ പേരായി റിക്വസ്റ്റ് ചെയ്യണോ ഒന്നും പഠിക്കാനായിട്ട്. ഞങ്ങൾ പഠിച്ചിട്ടേ ഇല്ല, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ജസ്റ്റ് ഒന്ന് കണ്ടിട്ടുള്ളൂ. അവർക്കൊക്കെ എങ്ങനെയാണ് പഠിക്കേണ്ടത്, അതിനുള്ള ക്ലാസ്സുകൾ ഇടാൻ പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞിരുന്നു. കുറേ സമയമായി, കാരണം കുറേ നാളായി പറയണു ഞാനിത് ക്ലാസ് ഇടുന്നുണ്ടെന്ന്. സമയം കിട്ടാറില്ല. കുറേ വേറെയും കൂടി ക്ലാസ് ഇടാൻ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്. ഫസ്റ്റ് തന്നെ കമ്പ്യൂട്ടറിനെ കുറിച്ചാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. എങ്ങനെയുള്ളതാണ് അതിൻ്റെ പാർട്സ്, മറ്റുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചിരിക്കുന്നത് ചാൾസ് ബാബേജ് ആണ്. അങ്ങനെ കുറേ കാര്യങ്ങൾ അത് ഞാൻ വേറെ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിരുന്നതാണ്. ജസ്റ്റ് നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. വെറുതെ നമ്മൾ സ്വിച്ച് ഓൺ ആക്കിയിട്ട് വെറുതെ സ്വിച്ച് ഓണാക്കി ചെയ്യുന്ന പോലെയല്ല. ഫസ്റ്റ് തന്നെ നിങ്ങൾ ഇതിൻ്റെ പാർട്സുകളെ കുറിച്ച് ജസ്റ്റ് ഒന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതൊന്നും തുടങ്ങാൻ പറ്റുള്ളൂ. കുറച്ച് ഭാഗം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. കമ്പ്യൂട്ടറും ലാപ്പും തമ്മിലുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത്, കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് എന്താണ്, കുറച്ച് കാര്യങ്ങൾ മോണിറ്റർ സെപ്പറേറ്റ് വാങ്ങിക്കാൻ കിട്ടും. അതുപോലെ തന്നെ കീബോർഡ്, മൗസ്, കമ്പ്യൂട്ടർ ഇതൊക്കെ നമുക്ക് സെപ്പറേറ്റ് വാങ്ങിക്കാൻ പറ്റും. അതിനെന്ത് ചെയ്യണം, എല്ലാതും കൂടി വാങ്ങിച്ചതിന് ശേഷം നമുക്ക് അസംബ്ലി ചെയ്തെടുക്കുന്നതാണ് ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ സിസ്റ്റമാണ് ഏറ്റവും നല്ലത്. എപ്പോഴും കംപ്ലൈൻ്റ് ഒന്നും വരില്ല. നല്ലത് നോക്കി തന്നെ എടുക്കുക, നല്ല കമ്പനിയുടെ തന്നെ നോക്കി എടുക്കുക. അത് കീബോർഡ് ആയാലും മൗസ് ആയാലും നല്ല കമ്പനി തന്നെ എടുത്ത് വയ്ക്കുക. അടുത്തത് ലാപ്പാണ്. ലാപ്പ് എന്ന് പറയുന്നത് എല്ലാവരും കണക്റ്റഡ് ആണ്, അതിനുള്ളിൽ തന്നെയുണ്ട്. എല്ലാവരും ഒരു പെട്ടി പോലെയാണ്, ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അത് ഒരുമിച്ച് നമുക്ക് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി വെക്കാം, അതൊന്നും കുഴപ്പമില്ല. അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാനും പറ്റും. ലാപ്പിലായാലും സിസ്റ്റത്തിലായാലും ഒരുപോലെ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിലൊരു കുഴപ്പമില്ല. ടൂൾസ് ആയാലും സോഫ്റ്റ്വെയർ എല്ലാതും സെയിം തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. എല്ലാവരും ചോദിക്കുന്നുണ്ട് എങ്ങനെയാണത് യൂസ് ചെയ്യുന്നത്, ഏതാണ് നല്ലത്, ലാപ്പിലാണോ കൂടുതൽ പഠിക്കാനുള്ളത്, അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. അറിവില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇത് തന്നെ ഫോളോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും പഠിക്കാത്തവർക്കായിട്ടാണ്, 8ാം ക്ലാസ്സോ 7ാം ക്ലാസ്സോ 9ാം ക്ലാസ്സോ എന്തായിക്കോട്ടെ എല്ലാവർക്കും പഠിക്കാവുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ഫസ്റ്റ് തന്നെ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യണം. ഓക്കെ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ലേണിംഗ് ട്രീയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് ബിഗിനേഴ്സിന് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഒട്ടും പഠിക്കാത്തവർക്കായി കേട്ടോ. ബിഗിനേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും പഠിക്കാത്തവർക്കായി, കമ്പ്യൂട്ടർ ഒന്നും യൂസ് ചെയ്തിട്ടില്ല, എനിക്ക് പഠിക്കണം, അതെന്ത് ചെയ്യും എന്നുള്ള ഇത് കുറേ കുട്ടികൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ക്ലാസ് എടുത്തു കൊടുക്കാനായിട്ട് കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട് പഠിക്കണം, ഈ ക്ലാസ് നന്നായിട്ട് ഫോളോ ചെയ്യണം. ഓക്കെ, മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കണം. ഇന്നത്തെ ക്ലാസ് എന്താണ് കമ്പ്യൂട്ടർ, എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, ഓരോ പാർട്സുകളും ഫസ്റ്റ് തന്നെ നിങ്ങൾ ബേസിക് തൊട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അല്ലാതെ നിങ്ങൾ കമ്പ്യൂട്ടറിൽ വെറുതെ ജസ്റ്റ് ഒന്ന് മൗസ് മൂവ് ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളെ പരിചയപ്പെടുത്തി തരണമല്ലോ എന്താണ് കമ്പ്യൂട്ടർ, ഏതിനെയാണ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് എന്നുള്ളത്. കുറേ പേർക്ക് അറിയില്ല ഏതിനെയാണ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്, എങ്ങനെയാണ് മോണിറ്റർ എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ്, എല്ലാവരും കാണണം. കുറച്ചും കൂടി സൂം ചെയ്തിട്ട് അതിൽ വളരെയധികം സൂമാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. കുറച്ചും കൂടി സൂം ചെയ്തിട്ട് തന്നെ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഈ ഒരു പെട്ടിയില്ലേ കണ്ടോ, ഇങ്ങനെ തന്നെ പറയട്ടെ. ഇതുപോലെയൊക്കെ പറഞ്ഞു തന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. കുറേ പേരായി പറയുന്നു ഇതുപോലെ തന്നെ ക്ലാസ് എടുക്കുക, മലയാളത്തിൽ തന്നെ നിങ്ങൾ ക്ലാസ് എടുക്കണം, ഞങ്ങൾക്ക് ജസ്റ്റ് ഇംഗ്ലീഷിനോട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, പറഞ്ഞു തരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇതുപോലെ തന്നെ ക്ലാസ് എടുക്കുന്നത്. ഇതുപോലെ ഒരു പെട്ടി കാണുന്നില്ല, ഇത് കണ്ടോ, ഇതിനെയാണ് പറയുന്നത് എന്താണ്, കമ്പ്യൂട്ടർ. ഈ ഒരു പെട്ടീനെയാണ് പറയുന്നത് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. കുറേ പേർക്ക് അറിയില്ല, ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഇതുപോലെ തന്നെ ക്ലാസ് എടുക്കുന്നത്. കണ്ടോ, നിങ്ങൾ കണ്ടില്ലേ, ഇത് ഈ ഒരു ഭാഗം ലെഫ്റ്റ് സൈഡിലെ ഈ ഭാഗം കേട്ടോ. ഓക്കെ, ഇതിനെയാണ് എന്ത് പറയുന്നത്, കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. കുറേ പേര് തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ഈ സ്ക്രീനാണ് കമ്പ്യൂട്ടർ എന്നുള്ളത്. അതല്ല, ഏതാണ് ഈ ലെഫ്റ്റ് സൈഡിൽ ഈ ഒരു പെട്ടിനെയാണ് പറയുന്നത് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ഇതിനുള്ളിലാണ് കുറേ കാര്യങ്ങൾ ഉള്ളത്, ഹാർഡ് ഡിസ്കും ഉള്ള കാര്യങ്ങളുള്ളത്. ഓക്കെ, ഉള്ളിലുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഇത് കുറേ ക്ലാസ്സുകൾ ഇങ്ങനെ അറ്റൻഡ് ചെയ്താൽ മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ.
കമ്പ്യൂട്ടറിൻ്റെ പാർട്സുകളായിട്ട് വേറെ ഞാൻ ചെയ്യുന്നുണ്ട്. ഇത് ബിഗിനേഴ്സ് ഒട്ടും പഠിക്കാത്തവർക്കായിട്ടുള്ള ക്ലാസ്സുകളാണ്. ഓക്കെ, ആർക്ക് വേണമെങ്കിലും ഇത് പഠിക്കാൻ പറ്റും. ഏജ് ആയിട്ടുള്ളവർക്കും അല്ലാത്തവർക്കൊക്കെ പഠിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ കമ്പ്യൂട്ടർ കണ്ടല്ലോ. ഈ കമ്പ്യൂട്ടറിൻ്റെ ഈ സൈഡിൽ കേട്ടോ, കമ്പ്യൂട്ടർ ഈ പെട്ടിയുടെ അവിടെ ഏറ്റവും ടോപ്പിലായിട്ട് ഈ സൈഡിൽ കേട്ടോ, കണ്ടോ ഈ സൈഡിൽ ഒരു ബട്ടൺ ഉണ്ടാവും. അതാണ് മെയിൻ സ്വിച്ച് ആയിട്ട് ഉള്ളത്. മെയിൻ സ്വിച്ച് ഒരു ബട്ടൺ ഉണ്ടാവും. ഒരു മെയിൻ സ്വിച്ച് കാണുന്നത് കണ്ടില്ലേ ഇവിടെ? ഇതാണ് മെയിൻ സ്വിച്ച്. ഇതാണ് ഒരു മെയിൻ സ്വിച്ച്. ഇതുമ്പോൾ തന്നെ ഉണ്ടാവും ഒരു പെട്ടിയുടെ റൈറ്റ് സൈഡിലുണ്ടാവും ഒരു മെയിൻ സ്വിച്ച്. എല്ലാം എന്നുണ്ടെങ്കിൽ അതിൻ്റെ സെൻറ്ററിലായിരിക്കും ഉള്ളത്. അത് നിങ്ങൾ ശ്രദ്ധിക്കാം. ഈ മെയിൻ സ്വിച്ചാണ് നമ്മൾ കണക്റ്റൊക്കെ ചെയ്യേണ്ടത്. നമ്മളുടെ സ്വിച്ചൊക്കെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പ്ലഗൊക്കെ കുത്തിയിട്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ മെയിൻ സ്വിച്ച് എന്ന് പറയുമ്പോൾ ഇതാണ് പ്രസ് ചെയ്യേണ്ടത്. ഒരു പ്രസ് കൊടുത്താൽ മതി. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഇതിനെയാണ് മോണിറ്റർ എന്ന് പറയുന്നത്. ഇതിനെ ഈ ഒരു സ്ക്രീനിനെ പറയുന്നതാണ് മോണിറ്റർ. സ്ക്രീൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ഇതുപോലെ ഒരു റെക്റ്റാങ്കിൾ പോലെ കാണുന്നില്ലേ, അതിനെയാണ് പറയുന്നത് മോണിറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന് CPU എന്ന് വെച്ചാൽ അറിയാലോ, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്നാണ്. എന്താണ് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്? കമ്പ്യൂട്ടർ തലച്ചോറ് എന്ന് പറയുന്നതാണ് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇതിനേക്കാൾ ഡീപ്പായിട്ട് ഞാൻ എടുത്തു തരാം. ജസ്റ്റ് ഒന്ന് ഇപ്പോൾ പറഞ്ഞു പോകുന്നുള്ളൂ. ഇനി അടുത്തതായിട്ട് ഒരു സ്ക്രീൻ കാണും. സ്ക്രീനല്ല, സോറി, ഒരു റെക്റ്റാങ്കിൾ പോലെ കാണുന്നുണ്ട് അല്ലേ? ഒരു ഇത് കണ്ടോ, കാണുന്നില്ലേ? അതിനെ പറയുന്നതാണ് മോണിറ്റർ എന്നാണ് പറയുന്നത്. അതാണ് മോണിറ്റർ. അത് പഠിക്കണം. ഇത് പഠിക്കാതെ നിങ്ങൾ കമ്പ്യൂട്ടർ പഠിക്കാൻ പോയിട്ട് യാതൊരു കാര്യമില്ല. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഒന്നും പഠിക്കാത്തവർക്കായിട്ടാണ് ഞാൻ ഈ ക്ലാസ് ഇടുന്നത്. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഇനിയുള്ളത് കീബോർഡ്. ഓക്കെ, ഇതാണ് കീബോർഡ്. കീബോർഡിനെ കുറിച്ച് ഡീപ്പായിട്ടൊരു വേറെ വീഡിയോ ഞാൻ ഇടുന്നതാണ്. ഇതിപ്പോൾ നിങ്ങൾ ചിത്രത്തിൽ കാണുന്ന പോലെ ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കീബോർഡ് കാണിച്ചു തരുന്നത്. ഓക്കെ, ഇതാണ് കീബോർഡ്. ഇനി അടുത്തതായിട്ടൊരു മൗസ് ഉണ്ടാവും. കണ്ടോ, ഇതാണ് മൗസ് അറിയാലോ. നമ്മളിങ്ങനെ നമ്മൾ കൈ പോലെയാണ്. കൈ കൊണ്ട് നമ്മൾ പിടിച്ചിട്ട് അതിനെ മൂവ് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യുക. ഓക്കെ, അതിനെക്കുറിച്ച് ഒന്നും കൂടി ഞാൻ പറഞ്ഞു തരാം. ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിയേണ്ടതാണ്. എന്താണ് മൗസ്? ഇത്രയും അറിഞ്ഞാൽ മതി. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ എന്ന് പറയാം. ഇതൊക്കെ സെപ്പറേറ്റ് ആണ് അല്ലേ? ഒരു ഡെസ്ക്ടോപ്പ് എന്നാണ് പറയുന്നത്. എന്താണ് ഡെസ്ക്ടോപ്പ് എന്ന് പറയുന്നത്? ഡെസ്ക്ടോപ്പ് മീൻസ് വേറെ കാര്യം പറയുന്നത് നിങ്ങൾ സിസ്റ്റം നിങ്ങളൊരു വീട്ടിൽ സിസ്റ്റം വാങ്ങണോ ലാപ്ടോപ്പ് വാങ്ങണോ എന്നും സംശയം ഉണ്ടാവും അല്ലേ എല്ലാവർക്കും. ഏറ്റവും കൂടുതൽ യൂസായിട്ട് ഉള്ള രണ്ടും യൂസ് തന്നെയാണ്. എന്നാലും കൂടുതലായിട്ട് നമ്മൾ വീട്ടിൽ വെച്ചിട്ട് നമ്മൾ ഫിക്സഡ് ആയിട്ട് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതാണ് ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഇതുപോലെ അസംബ്ലി ചെയ്തെടുക്കാൻ പറ്റും. അസംബ്ലി ചെയ്ത് മീൻസ് സെപ്പറേറ്റ് ഓരോന്നും വാങ്ങിയതിന് ശേഷം നിങ്ങൾക്ക് അസംബ്ലി ചെയ്ത് എടുക്കാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. ഇത് കമ്പ്യൂട്ടർ എന്ന് പറയും, ഇതിനെ മോണിറ്റർ എന്ന് പറയും, ഇതിനെ കീബോർഡ് എന്ന് പറയും, ഇതിനെ എന്ത് പറയും? മൗസ് എന്ന് പറയും. ഇത്രയും കാര്യങ്ങൾ കൂടി ചേർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സെറ്റാക്കി എടുക്കാം അല്ലേ? കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഒരു സെറ്റാക്കി എടുക്കാം. ഓരോ പാർട്സുകളാണ്. പാർട്സ് മീൻസ് ഓരോന്നും സെറ്റ് ചെയ്തെടുക്കുന്നതിനെയാണ് ഒരു കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഇതിനെയാണ്. ഈ കമ്പ്യൂട്ടർ മാത്രം ഉണ്ടായാൽ പോരാ, ഇതിന് മോണിറ്റർ വേണം, പിന്നെ എന്താണ് കീബോർഡ് വേണം, പിന്നെ മൗസ് വേണം. ഇതൊക്കെ ഉണ്ടായാൽ നമുക്ക് വീട്ടിൽ ഒരു ഫിക്സഡ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ കമ്പ്യൂട്ടർ സെറ്റ് ചെയ്തിട്ട് എല്ലാത്തിനെയും കൂടി സെറ്റ് ചെയ്തിട്ട് നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. ഓക്കെ, ഇനി നിങ്ങൾ ലാപ്പാണ് വാങ്ങുന്നതെങ്കിൽ കുറച്ചും കൂടി പറഞ്ഞു തരാനുണ്ട്. പാർട്സ് ഓഫ് കമ്പ്യൂട്ടർ. എന്താണ് പാർട്സ് ഓഫ് കമ്പ്യൂട്ടർ? ഇനി ഒരു കാര്യം കൂടി പറഞ്ഞു തരാനുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിലും ഒരു UPS എന്ന് പറഞ്ഞത് ഉണ്ടാവണം. എന്താണ് UPS? അത് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. കറണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കമ്പ്യൂട്ടർ എന്താവും? ഷട്ട് ഡൗൺ ആവും അല്ലേ? കറണ്ട് പോയിട്ടുണ്ടെങ്കിൽ UPS ഇല്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കറണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താവും? കമ്പ്യൂട്ടർ സ്റ്റക്ക് ആവും അല്ലേ? ഓഫായി പോവും. അത് കമ്പ്യൂട്ടറിന് തന്നെ കംപ്ലൈൻറ്റ് വരും. അതുകൊണ്ടാണ് UPS വെക്കേണ്ടത്. അതറിയാലോ നിങ്ങൾക്ക്. പറയുന്നത് കൂടുതലായിട്ട് എല്ലാത്തിനും കൂടിയിട്ടുള്ള ഒരു UPS ഉണ്ടാവും. അതുകൊണ്ട് ഇതിലേക്ക് കണക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ എന്ത് വേണം?
ഞാൻ പാർട്സ് ഓഫ് കമ്പ്യൂട്ടർ, ഇനി മനസ്സിലായില്ല ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നത്. ഇനി അടുത്തത് പാർട്സ് ഓഫ് കമ്പ്യൂട്ടർ. ഇത്രയും കാര്യം കൂടി ഇനി അടുത്തത് കൂടി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. എന്തൊക്കെ ഉണ്ട്, കുറച്ച് കാര്യങ്ങളുണ്ട് ഇതിൽ പറയാനുള്ളത്, പാർട്സുകളും കൂടി ഉണ്ട്. അതുകൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇതിനെയാണ് മോണിറ്റർ എന്ന് പറയുന്നത്. ഏതിനെ? ജസ്റ്റ് ഒന്നും കൂടി പറഞ്ഞുതരാം. വേറൊരു പിക്ചർ കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. മോണിറ്റർ, ഇതിനെയാണ് മോണിറ്റർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താണ്? കീബോർഡും കൂടി ഇവിടെയുണ്ട്. കീബോർഡ്, പിന്നെന്താണ്? മൗസ്, പ്രിൻ്റർ അല്ലേ? ഇതൊക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. ഓഫീസുകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും പ്രിൻ്റർ എന്ന് പറയുന്ന കാര്യങ്ങൾ. പ്രിൻ്റർ കുറേ ഉണ്ട്, അതിനെപ്പറ്റി നമുക്ക് വേറെ ക്ലാസ്സുകളിൽ പറഞ്ഞു തരാം. ഹാർഡ് ഡിസ്ക് അല്ലേ? ഹാർഡ് ഡിസ്ക് ഉണ്ട്. ഇനി അടുത്തത് സ്പീക്കർ. ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. സ്പീക്കറൊക്കെ എന്താണ്? നമ്മൾ ഈ ശബ്ദം കേൾക്കാനൊക്കെ ഉപയോഗിക്കുന്നതാണ് സ്പീക്കർ. ഇനി അടുത്തത് പെൻഡ്രൈവ്. പെൻഡ്രൈവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട്, നമുക്ക് കുറേ വർക്കുകൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് കുറച്ച് കൂടുതൽ വർക്ക് ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യാം? പെൻഡ്രൈവ് വാങ്ങിച്ചുകൊണ്ട് അത് സിസ്റ്റത്തിൽ കുത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? പെൻഡ്രൈവിലേക്ക് നമുക്ക് സേവ് ചെയ്ത് വെക്കാൻ പറ്റും, സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെ, പെൻഡ്രൈവ് നമ്മൾ കൂടുതൽ ഡാറ്റകൾ അതിൽ കൊള്ളുന്നതായിരിക്കും. നെക്സ്റ്റ് എന്താണ് ഇവിടെ കാണുന്നത്? കണ്ടോ? ഹെഡ്ഫോൺ. അതെല്ലാവർക്കും അറിയാവുന്നതാണ് ഹെഡ്ഫോൺ. UPS. ഓക്കെ, ഈ ചെറിയൊരു UPS ആണ്. ആദ്യമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെക്കാറ്, ഇപ്പോഴും വെക്കുന്നുണ്ട്. അപ്പോൾ വെക്കണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. വീട്ടിൽ നമ്മൾ കമ്പ്യൂട്ടർ വാങ്ങിക്കുമ്പോൾ UPS എന്തായാലും നിർബന്ധമാണ്. പെട്ടെന്ന് നമ്മൾ കറണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താവും? സ്റ്റക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ കംപ്ലൈൻ്റ് ആവും. അതുകൊണ്ടാണ് കുറച്ച് നേരം നമുക്ക് കറണ്ട് പോയി കഴിഞ്ഞാൽ അതുപോലെ തന്നെ വെക്കണം. മനസ്സിലായല്ലോ? ഇത്രയ്ക്കും കാര്യങ്ങൾ നിങ്ങൾ ആദ്യം തന്നെ പഠിക്കണം. അത് കഴിഞ്ഞതിന് ശേഷമേ പെയിൻറ്റ് എന്നുള്ള ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്, ആ പെയിൻറ്റ് പഠിക്കാൻ പാടുള്ളൂ. ഇനി വേറെ ക്ലോസ് ചെയ്യാണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ? ഇനി പറയേണ്ടതില്ല എന്ന് വിചാരിക്കണം. ഇത് കമ്പ്യൂട്ടർ അല്ലേ? ഈ ഒരു പെട്ടീനെ പറയുന്നതാണ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ഇനി ഒരു കാര്യം കൂടി പറയാനുണ്ട് കേട്ടോ. ലാപ്ടോപ്പിനെയും കൂടി കുറിച്ച് പറയാനുണ്ട്. ഇതിപ്പോൾ നമ്മളെ വീട്ടിൽ സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ഉള്ള കാര്യങ്ങൾ. ഇനി അടുത്തതായിട്ട് ലാപ്ടോപ്പ് എന്താണ്? ലാപ്ടോപ്പ് എങ്ങനെയാണ് ലാപ്ടോപ്പിൽ യൂസ് ചെയ്യുക? കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ ഇതുപോലെ തന്നെ പറഞ്ഞു തരുന്നത്. ലാപ്ടോപ്പ്, പാർട്സ് ഓഫ് ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ എന്നിവിടെ എഴുതിയിട്ടുണ്ട്. കാണുന്നില്ലേ നിങ്ങൾക്ക്? കണ്ടോ? എന്താണ് പാർട്സ് ഓഫ് ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ? കുറച്ചും കൂടി കുറച്ച് സൂം ഔട്ട് ആക്കിയിട്ടുണ്ട്. ലാപ്ടോപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്, ഒരു ലാപ്ടോപ്പ് വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ തന്നെ എല്ലാതും ഉണ്ടാവും. ഒരു മോണിറ്റർ ഉണ്ടാവും, കീബോർഡ് ഉണ്ടാവും, അതിൽ തന്നെ ആയിരിക്കും അത് കണക്ഷൻ ഉള്ളത് അല്ലേ? അപ്പോൾ എന്താണ്? ഇതേപോലെ ഒരു സ്ക്രീൻ കാണുന്നില്ലേ? അതിനെ പറയുന്നതാണ് സ്ക്രീൻ അല്ലേ? അപ്പോൾ അതിൽ തന്നെയുണ്ട് ഒരു മോണിറ്റർ എന്നുള്ള സംഭവം. അത് കണക്റ്റഡ് ആണ്. അപ്പോൾ എല്ലാതും കണക്റ്റഡ് ആണ്. ഏതിൽ? സെപ്പറേറ്റ് പാർട്സുകളായിട്ടല്ല. പാർട്സ് മീൻസ് അറിയാലോ, മൗസ് വേറെ, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ വേറെ, കീബോർഡ് വേറെ, അങ്ങനെയൊന്നുമില്ല. എല്ലാവരും സെറ്റായിട്ട് ഉള്ള ഒരു സംഭവമാണ് ലാപ്ടോപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മൗസിന് പകരം ഇവിടെ ഒരു ബ്ലാക്ക് ആയിട്ട് കിടക്കുന്നില്ലേ? അതാണ്. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? കൈ കൊണ്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താവും? മൗസ് പോലെ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ലാപ്ടോപ്പിൻ്റെ ഒരു ലാപ്ടോപ്പും സിസ്റ്റവും തമ്മിലുള്ള ഡിഫറൻസ്? ലാപ്ടോപ്പിൽ സ്ക്രീനും കീബോർഡും മൗസും ഒക്കെ സെറ്റാക്കിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ക്യാമറ അതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. എല്ലാതും സെറ്റ് ചെയ്ത സംഭവമാണ് ലാപ്ടോപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്. എല്ലാതും യൂസ് ചെയ്യുന്നതൊക്കെ ഒരേപോലെ തന്നെയാണ് കേട്ടോ. യൂസ് ചെയ്യുന്നത് ഒരേപോലെ തന്നെയാണ്. ഇതിൽ തന്നെ ഒരു മെയിൻ ബട്ടൺ ഉണ്ടാവും. ആ മെയിൻ ബട്ടൺ തന്നെ ഈ ഭാഗത്ത് കേട്ടോ ഒരു മെയിൻ ബട്ടൺ ഉണ്ടാവും. ആ മെയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വർക്ക് ചെയ്യും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അല്ലാതെ ലാപ്ടോപ്പിൽ വേറെ അല്ലെങ്കിൽ സിസ്റ്റത്തിൽ വേറെയാണ് യൂസ് ചെയ്യുന്നത് അങ്ങനെയൊന്നുമില്ല. എല്ലാതും ഒരുപോലെ തന്നെ ആണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ലാപ്ടോപ്പ് വാങ്ങിക്കുക, അല്ല എന്നുണ്ടെങ്കിൽ സിസ്റ്റം വാങ്ങിക്കാം. സിസ്റ്റം മീൻസ് അറിയാലോ, വീട്ടിൽ ഇങ്ങനെ അസംബിൾ ചെയ്ത് നമുക്ക് സെറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഓക്കെ, ഇനി ലാപ്ടോപ്പിനെ കുറിച്ച് ഞാൻ പറയാം. ക്യാമറ വേണ്ട, ഇതുപോലെ ക്യാമറ എന്ന് എഴുതിയിട്ടുണ്ട്. ആ ക്യാമറ ഈ സ്ക്രീനിൻ്റെ നേരെ തന്നെ ഏറ്റവും ടോപ്പിലായിരിക്കുള്ളത് ഇവിടെ ഒരു ക്യാമറ ഉള്ളത്. അതാണ് ഇങ്ങനെ ഏരോ മാർക്ക് പോയിട്ടുള്ളത്. നെക്സ്റ്റ് ടോപ്പ് പാനൽ എന്ന് എഴുതിയിട്ടുണ്ട്. പാനൽ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് കവറിങ് ഉണ്ടാവുമല്ലോ, അതിനെ പറയുന്നതാണ് ടോപ്പ് പാനൽ എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ മോണിറ്ററിൻ്റെ കവറിങ് കേട്ടോ.
ഇനി അടുത്തത് സ്ക്രീൻ. സ്ക്രീൻ എന്ന് പറയുന്നത് എന്താണ്? ഇതിൻ്റെ സ്ക്രീൻ കണ്ടോ, ഒരു ആളവിടെ നിൽക്കുന്നുണ്ട്. അതിനെ പറയുന്ന പേരാണ് എന്ത്? സ്ക്രീൻ എന്ന് ഉദ്ദേശിക്കുന്നത്. കാണുന്നുണ്ടോ? ഇതിനാണ് സ്ക്രീൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് കീബോർഡ്. ഇതിനെ റെക്റ്റാങ്കിൾ കള്ളി പോലെ ഉണ്ടല്ലോ, അതിനെ പറയുന്ന പേരാണ് കീബോർഡ്. ഇതാണ് കീബോർഡ് കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് എന്താണ്? ബേസ് പാനൽ. ഇവിടെ ടച്ച് ഒന്നും ചെയ്യാറില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് ഇവിടെ ഒന്നും ചെയ്യേണ്ടതില്ല. അത് ബേസ് പാനൽ എന്നാണ് ആ പ്ലേസിനെ പറയുന്നത്. ആ പ്ലേസിനെ പറയുന്നത് ബേസ് പാനൽ എന്നാണ്. നെക്സ്റ്റ് ബ്ലാക്ക് ആയിട്ട് കാണുന്നതാണ് മൗസ് പോയിന്റ് അല്ലേ. നമ്മുടെ കൈ കൊണ്ട് എന്ത് കൊടുക്കണം? ചൂണ്ടാണി വിരലുണ്ടല്ലോ, അതിനെ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് ഓരോ പോയിന്റിലേക്ക് എത്തിക്കുന്നത് ഈ ബ്ലാക്ക് പ്ലേസിൽ ആണ്. ഓക്കെ, അതിനെയാണ് ടച്ച് പാഡ് എന്നാണ് പറയുന്നത്. ഇതിനെ പറയുന്ന പേരാണ് ടച്ച് പാഡ്. നെക്സ്റ്റ് ഒപ്റ്റിക്കൽ ഡ്രൈവ് എന്ന് കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഇതുപോലെ ഡ്രാഗ് ചെയ്തിട്ടുണ്ട്, ഇതുപോലെ ഒരു ഏരോ കൊടുത്തിട്ടുണ്ട്. ഒപ്റ്റിക്കൽ ഡ്രൈവ് എന്ന് പറയുന്നത് CD ഡ്രൈവ് ഒക്കെ ഇടില്ലേ നമ്മൾ, അതിനുള്ള ഒരു ഡ്രൈവാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ആ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പതുക്കെ നമ്മൾ പുറത്തേക്ക് പോകും അല്ലേ. ആ ഡ്രൈവ് പുറത്തേക്ക് വന്നിട്ട് നമുക്ക് CD ഇടണമെങ്കിൽ CD ഇടാം. തൊട്ട് അപ്പുറത്ത് കേട്ടോ, അവിടെ ഇതിൽ പറഞ്ഞിട്ടില്ല, പെൻഡ്രൈവ് കൂടി കുത്താനുള്ള ഒരു ഗ്യാപ്പ് അവിടെ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ പെൻഡ്രൈവും നമുക്ക് കുത്താനായിട്ട് പറ്റുന്നതാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഓക്കെ, ഇന്ന് ഇത്രയ്ക്കും കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഫസ്റ്റത്തെ ക്ലാസ് ആണല്ലോ, അതുകൊണ്ട് എല്ലാതും കൂടി ഒരുമിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. അതുകൊണ്ട് ഇത്രയും പാർട്സുകളെ കുറിച്ച് ഇതിൻ്റെ പാർട്സുകളെ കുറിച്ച് ഒന്ന് പഠിക്കണം. എന്നാലേ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇനിയുള്ള ക്ലാസ്സുകളൊക്കെ ഇത് പാർട്ട് 1 ആണ്. ഫസ്റ്റത്തെ ക്ലാസ് ആണ് ബിഗിനേഴ്സ് അല്ലേ, അവർക്കുള്ള ഫസ്റ്റത്തെ ക്ലാസ് ആണ്. ഓക്കെ, ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ പുതിയ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എന്നാലേ നിങ്ങൾക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ 9633655795.